ഹായ് ഫ്രണ്ട്സ്, ടെക് പിടിക്കുകളുടെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് പണം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക, അല്ലെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മുഴുവനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷനെ പറ്റി കൂടുതലായിട്ട് പരിചയപ്പെടുന്നത്. അതോടൊപ്പമല്ല, ഈ ആപ്ലിക്കേഷനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പഠിക്കുകയും ആപ്ലിക്കേഷൻ ഞാൻ ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പേരാണ് മീഷോ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പം അറിയാവുന്നവർക്കറിയാം, ഇന്ത്യയിലെ നമ്പർ 1 റീസെല്ലർ ആപ്ലിക്കേഷനാണ് ഈ മീഷോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പല പ്രോഡക്റ്റ്സും നിങ്ങൾക്ക് റീസെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന മാർജിൻ, അതായത് ഒരു പാർട്ട് ടൈമായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ഫുൾ ടൈമായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയൊക്കെയുള്ള ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ നമുക്കറിയാം. അതിൽ നിന്നൊക്കെ നമ്മൾ പ്രോഡക്ട്സുകൾ വാങ്ങാൻ സാധിക്കും, അല്ലെങ്കിൽ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഇ കൊമേഴ്സ് സൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, റീസെല്ലിംഗ് സൈറ്റാണ് ഈ മീഷോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിൽ ആമസോണിലെ, ഫ്ലിപ്കാർട്ടിലെ പോലെ ഒരുപാട് ക്ലോത്തിങ്ങിൻ്റെ ആയാലും ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളായാലും ഇതിനകത്തിൽ ഒരുപാട് പ്രോഡക്ട്സുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിസ്റ്റുകളിൽ നിങ്ങൾക്ക്, അതായത് ഈ വെബ്സൈറ്റിൽ ഇവർ ആ പ്രോഡക്റ്റ് ഒരു പ്രൈസിന് നിങ്ങൾക്ക് തരും. ആ പ്രൈസിൻ്റെ മാർജിൻ കൂട്ടിയതിന് ശേഷം നിങ്ങൾക്ക് വിൽക്കുവാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു പേഴ്സാണ്, എൻ്റെ ഫസ്റ്റിൽ തന്നെ വന്നിരിക്കുന്നത് ഒരു പേഴ്സാണ്. ലെതറിൻ്റെ മെൻസ് വാലറ്റ് എന്ന് പറഞ്ഞാൽ 123 രൂപയ്ക്കാണ് ഈ ഒരു പേഴ്സ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു പേഴ്സ് നമ്മളുടെ ആഡ് ടു കാർട്ടിലേക്ക്, അപ്പോൾ സൈസൊക്കെ ചോദിച്ച് ആഡ് ടു കാർട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ കാർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷൻ എങ്ങനെയാണ് നടത്താൻ സാധിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പം പേയ്മെൻറ്റ് ഓപ്ഷൻ നമുക്ക് ക്വാണ്ടിറ്റി ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അത് പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ചോദിക്കും മാർജിൻ എത്രയാണെന്ന്. അപ്പോൾ 160 രൂപയ്ക്കാണ് അവർ നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് 200 രൂപയ്ക്ക് മാർജിൻ വെച്ചിട്ട് വേറെ ഒരാളുടെ അഡ്രസ്സിലേക്ക് നമുക്കിത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വേറെ ഒരാളുടെ അഡ്രസ്സിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി മനസ്സിലാകുമോ, അല്ലെങ്കിൽ മീഷോയിൽ നിന്നാണ് നമ്മളിത് അയക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകുമോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നാറുണ്ട്. എങ്കിൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഈ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്താണ് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങളുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുക, അതിന് ശേഷം നിങ്ങൾക്ക് സിമ്പിളി ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഷോപ്പിൻ്റെ ഒരു പേര്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ആ ഒരു പേരിലായിരിക്കും കസ്റ്റമറിൻ്റെ കയ്യിൽ ബില്ല് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മാർജിനും കൂടെ ഉൾപ്പെടുത്തിയതിന് ശേഷം ഉള്ളൊരു ബില്ലായിരിക്കും. അതായത് ഞാനിപ്പോൾ ഈ കാർട്ടിൽ ഇപ്പോൾ പേഴ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ 160 രൂപയുള്ള പേഴ്സ് നിങ്ങൾ 200 രൂപയ്ക്ക് അയക്കുകയാണെങ്കിൽ കസ്റ്റമറിന്, അല്ലെങ്കിൽ ഇത് പ്രോഡക്റ്റ് വാങ്ങുന്ന ഒരു കസ്റ്റമറിന് ഒരിക്കലും മനസ്സിലാകുകയില്ല ഇത് 160 രൂപയുടെ പ്രോഡക്റ്റാണ് എന്ന്. അയാളുടെ ബില്ല് 200 രൂപയായിരിക്കും, നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന 200 രൂപയായിരിക്കും അവർക്ക് കാണിക്കുന്ന, ആ ബില്ലിൽ കാണുന്നത്. അപ്പോൾ ഈ നിങ്ങളുടെ മാർജിനായ 40 രൂപ എങ്ങനെ കിട്ടുമെന്നായിരിക്കും അടുത്ത നിങ്ങളുടെ ഡൗട്ട്. അപ്പോൾ ഈ ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ നിങ്ങൾ ആഴ്ചയിൽ, അല്ലെങ്കിൽ ഇവർ മാസത്തിൽ 4 മാസമാണ് മീഷോ പേയ്മെൻറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങളൊരു ആഴ്ചയിൽ നടത്തുന്ന ഫുൾ ട്രാൻസാക്ഷൻ്റെ മാർജിൻ നിങ്ങൾ ആ ഒരു ആഴ്ചയുടെ അവസാനം ഇവർ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട്, നിങ്ങൾ ഇതിൽ കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ആപ്ലിക്കേഷനെ പറ്റി കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനകത്തിൽ നിങ്ങൾക്ക് അക്കൗണ്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട്, ഈ പലതരത്തിലുള്ള ഓഫറുകൾ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ്, അതായത് 100 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എത്ര രൂപ മാർജിൻ ഇട്ട് വേണമെങ്കിലും വിൽക്കാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോൾ ഇതിനതിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലേഡീസിൻ്റെ ഡ്രസ്സ് മെറ്റീരിയൽസ് ഒക്കെ ഒരുപാട് ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് ഇതിനകത്തിൽ. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട്, അപ്പോൾ എങ്ങനെയാണിത് മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നതാണ് നിങ്ങളുടെ ജോലി. അപ്പോൾ മാർക്കറ്റ് ചെയ്യുന്നതിൻ്റെ രീതികൾ ഞാൻ ലൈറ്റായിട്ട് പറയാം. അതായത് ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്തിൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്യേണ്ട രീതികൾ, നിങ്ങൾ ഇപ്പോൾ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പം ഒന്നുകിൽ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം, ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയസിലൂടെ നിങ്ങൾക്ക് ഈ ഒരു മാർക്കറ്റിംഗ് നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു കസ്റ്റമർ നിങ്ങളുടെ പോസ്റ്റ് കണ്ടിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് വാട്സപ്പിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവരോട് ഇതിൻ്റെ വിലയും കാര്യങ്ങളും അവരെ ക്യാൻവാസ് ചെയ്ത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് സെല് ചെയ്യാനായിട്ട്. അപ്പോൾ അവരുടെ അഡ്രസ്സ് തരുന്നു, അല്ലെ ഫോൺ നമ്പർ തരുന്നു. നിങ്ങൾ ആ അഡ്രസ്സും ഫോൺ നമ്പറും
ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ഇപ്പോൾ കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ഉദാഹരണത്തിന് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ നമുക്ക് ഈ വാലറ്റ് തന്നെ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഓപ്ഷൻ ക്യാഷ് ഓൺ ഡെലിവറി, അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഒട്ടുമിക്ക അല്ലെങ്കിൽ ഒരു 99% ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഒരു മോഡെന്ന് പറയുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും പല ആൾക്കാരെയും വിശ്വാസമില്ല. അത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർ ക്യാഷ് മേടിച്ചതിന് ശേഷം പ്രോഡക്റ്റ് അയക്കാതിരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കസ്റ്റമറിന് അങ്ങനെയും ഒരു കൊടുക്കുന്നുണ്ട്, അത് ക്യാഷ് ഓൺ ഡെലിവറി. അവർക്ക് പ്രോഡക്റ്റ് കിട്ടിയതിന് ശേഷം നമ്മളെ കൂടുതൽ വിശ്വാസം ആകാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് കിട്ടിയതിന് ശേഷം ക്യാഷ് കൊടുത്താൽ മതി എന്നുള്ള നിബന്ധനയാണ് ക്യാഷ് ഓൺ ഡെലിവറി. അപ്പോൾ നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കുന്നു, നമുക്ക് എത്ര പേഴ്സ് വേണം, ഒരു പേഴ്സ് മതി ഇപ്പോൾ തൽക്കാലം, പ്രൊസീഡ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ 160 രൂപയുടെ പ്രോഡക്റ്റ് 200 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ മാർജിൻ എന്ന് പറയുന്നത് 40 രൂപ. അതിനുശേഷം നമ്മൾ പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിൽ കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, നമുക്കിവിടെ നമ്മൾക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കസ്റ്റമറിൻ്റെ പേര്, ഫോൺ നമ്പർ, ബിൽഡിംഗ് അഡ്രസ്സ്, അതായത് ഫുൾ അഡ്രസ്സ് നമുക്കിവിടെ കൊടുത്തിട്ട് സേവ് അഡ്രസ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരുടെയെങ്കിലും ഒരു അഡ്രസ്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ആ കൊടുത്ത അഡ്രസ്സ് തന്നെ പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ സ്റ്റോറിൻ്റെ പേര്, മുകൾ ഭാഗത്തായിട്ട് സ്റ്റോറിൻ്റെ പേരും ഫോൺ നമ്പറും ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ സ്റ്റോറിൻ്റെ പേരും ഫോൺ നമ്പറും ആയിരിക്കും കസ്റ്റമറിന് കിട്ടുന്ന ബില്ലിൻ്റെ മുകളിലായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓർഡർ പ്ലേസ് ആകും. അപ്പോൾ ഓർഡർ പ്ലേസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്ന സെല്ലർ നമ്മൾ ഈ കൊടുത്ത അഡ്രസ്സിലേക്ക് ആ ഒരു പ്രോഡക്റ്റ് അയക്കുന്നതായിരിക്കും, വിത്ത് ബില്ലായിരിക്കും അയക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റോറിൻ്റെ പേരും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കോൺടാക്ട് ചെയ്ത കസ്റ്റമറിന് ആ പ്രോഡക്റ്റ് ഒരു 7 അല്ലെങ്കിൽ 10 ദിവസമാണ് മാക്സിമം അവർ പറയുന്നത്. 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഈ പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പ്രോഡക്റ്റ് കിട്ടി 7 ദിവസം വരെ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇവർ കൊടുക്കുന്നുണ്ട്. ആ പ്രോഡക്റ്റ് റിട്ടേൺ ആയില്ലെന്നുണ്ടെങ്കിൽ 7 ദിവസം കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർജിൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ മാർജിൻ അല്ലെങ്കിൽ ഇത്രയും ഒരു പേഴ്സിന് അല്ലെങ്കിൽ ഒരു ക്ലോത്തിനൊക്കെ ഒരുപാട് വിലയാണല്ലോ ഇതിനകത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിലയുള്ള ഐറ്റംസിന് നിങ്ങൾ മാർജിൻ കുറച്ച് വിറ്റാലും നിങ്ങൾക്ക് പ്രയോജനമുണ്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, നിങ്ങളൊരു VIP മെമ്പർ ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പ്രോഡക്റ്റിൽ നിന്നും 10% ഓരോ പ്രോഡക്റ്റിനും കുറച്ച് കിട്ടും. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്താണ്, ആ VIP മെമ്പർ ആകാനുള്ള ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15 ഓർഡർ ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ലാസ്റ്റ് കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 15 ഓർഡർ നിങ്ങൾ ഫുൾഫിൽ ചെയ്യുക. 15 ഓർഡർ ഫുൾഫിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫുള്ളായിട്ട് അല്ലെങ്കിൽ റിട്ടേൺ പീരീഡും ഈ 30 ദിവസത്തിനുള്ളിൽ ഇൻക്ലൂഡ് ആയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഈ കമ്മീഷനെ പറ്റിയാണ്. അപ്പോൾ ഈ കമ്മീഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ബോണസ് ട്രാക്കർ അല്ലെങ്കിൽ ബോണസ് ആണെന്നാണ് ഇവർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കമ്മീഷൻ ഓൾറെഡി കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ബോണസ്, അതായത് നമ്മൾ ഒരു മാസത്തിൽ 5000 രൂപയിൽ കൂടുതൽ സെയിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മീഷൻ കിട്ടും. അതായത് 6%, 5000-ൻ്റെ 6% കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് നമ്മൾ 5000 രൂപ ഒരു മാസം ഫുൾഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാസമല്ല, ഒരു ആഴ്ചയാണ്, ഒരാഴ്ചയിലാണ് ഈ പറയുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ 5000 രൂപയുടെ സെയിൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6% കമ്മീഷൻ. 10000 രൂപയാണെന്നുണ്ടെങ്കിൽ അത് 8 ആകും. 20000 രൂപയ്ക്കും അതിന് മുകളിൽ ആണെന്നുണ്ടെങ്കിൽ അത് 10 ആകും. 50000 രൂപയാണെന്നുണ്ടെങ്കിൽ അതിന് 12%. അപ്പം നിങ്ങളുടെ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മാർജിൻ കൂടാതെ തന്നെ ഇവരൊരു ബോണസ് തരുന്നുണ്ട്. നിങ്ങളുടെ മാർജിൻ കൂടാതെ തന്നെ നിങ്ങൾ ഇത്രയും രൂപയുടെ സെയിൽ നടത്തുകയാണെങ്കിൽ ഒരു മാർജിനും അല്ലെങ്കിൽ ഒരു ബോണസ് എന്ന് പറയുന്ന രീതിയിലും തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് എക്സ്ട്രാ ആകുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ കുറച്ച് മാർജിൻ വെച്ച് ഒരു VIP മെമ്പർ ആയതിനു ശേഷം, VIP മെമ്പർ ആകണമെങ്കിൽ 10% എക്സ്ട്രാ ഓഫർ, അതായത് 100 രൂപയുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് 90 രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 90 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ 10 രൂപ അവിടെ തന്നെ മാർജിനായി. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു VIP മെമ്പർ ആകാൻ ശ്രമിക്കുക. അതിന് ശേഷം നിങ്ങൾ മാർജിൻ നിങ്ങളുടെ ഇതിനകത്തിൽ കിട്ടുന്ന വിലയ്ക്ക് തന്നെ നിങ്ങൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു വരുമാനം വീട്ടിലിരുന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരു വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട്ടമ്മമാർക്കാണെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫേസ്ബുക്ക് പേജിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഒരു നല്ല വരുമാനം കണ്ടെത്താനായിട്ട്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയാവുന്നതാണ്. ഇപ്പം ഇത് ഓൾറെഡി തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് കിട്ടുന്നതായിരിക്കും, ഒരു ആപ്ലിക്കേഷൻ. അപ്പോൾ ആ ലിങ്കിലൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തിൽ ക്രെഡിറ്റ് ഒക്കെ കിട്ടുന്നതായിരിക്കും, മീഷോ ക്രെഡിറ്റ്. ആ മീഷോ ക്രെഡിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ്, ഇപ്പോൾ മീഷോ ക്രെഡിറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. മീഷോ ക്രെഡിറ്റ് വെച്ച് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ബൈ ചെയ്യുമ്പോൾ അതൊരു നിങ്ങളുടെ മാർജിനിലേക്ക് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് കിട്ടിയൊരു മീഷോ ക്രെഡിറ്റ്സ് ആണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ വ്യക്തമായിട്ടുള്ള ധാരണയില്ല, നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും ഞാൻ പരിചയപ്പെടുത്താറില്ല. അപ്പോൾ നിങ്ങളിവിടെ എൻ്റെ ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും
കംപ്ലീറ്റ് ഡെലിവേർഡ് ഓർഡേഴ്സാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡെലിവേർഡ് ആയിട്ടുള്ള ഒരുപാട് ഓർഡറുകൾ ഞാൻ വെറുതെ നിങ്ങൾക്കൊരിക്കലും ഒരു കാര്യം പരിചയപ്പെടുത്തില്ല എന്നറിയാം. നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും ഓർഡർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടുന്നത്. അപ്പോൾ എനിക്ക് പ്രയോജനപ്പെട്ടു, അല്ലെങ്കിൽ എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്, എനിക്ക് ബോണസ് ട്രാക്കറും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എനിക്ക് ബോണസ് ട്രാക്കർ ഒരു 1-2 മാസം എനിക്ക് നല്ല രീതിയിലായി 10,000 രൂപയുടെ സെയിൽ വരെയൊക്കെ ഞാൻ ഒരാഴ്ച കൊണ്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ബോണസും 8% ബോണസും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വരുമാനം വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിലൂടെ കയറി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇന്ന് തന്നെ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ റീസെല് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് വാങ്ങാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കും. വളരെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഒരു രീതിയിലുള്ള ഒരു ചീറ്റിങ്ങോ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫുൾ സപ്പോർട്ടാണ്, കസ്റ്റമർ സപ്പോർട്ട്. എന്തെങ്കിലും രീതിയിലുള്ളൊരു ചീറ്റിംഗ് ഈ ഒരു സെല്ലേഴ്സ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മീഷോയുടെ സപ്പോർട്ട് സെൻറ്ററിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു സപ്പോർട്ട് കിട്ടും. ഇപ്പോൾ ഇൻ കേസ് ഒരു കസ്റ്റമർ ഓർഡർ റിട്ടേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിട്ടേൺ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവരുടെ ഒരു കൊറിയർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയർ അവരുടെ വീട്ടിലേക്കുള്ള ഹോം ഡെലിവറിയാണ്. റിട്ടേൺ ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഹോമിൽ ചെന്ന് വീട്ടിൽ ചെന്ന് തിരിച്ച് റിട്ടേൺ എടുക്കുന്ന ഒരു സിസ്റ്റമാണുള്ളത്. അപ്പോൾ അങ്ങനെ റിട്ടേൺ ചെയ്താൽ തന്നെ മീഷോ പ്രോഡക്റ്റ് കൈപ്പറ്റിയതിന് ശേഷം അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു റിട്ടേൺ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടുകയും ആ പൈസ നിങ്ങൾക്ക് കസ്റ്റമറിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഇൻ കേസ് കസ്റ്റമർ നിങ്ങൾക്ക് ഓൾറെഡി പേ ചെയ്തിട്ട് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ആ മോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ലേഡീസിൻ്റെ ക്ലോത്തിങ്സും പിന്നെ അല്ലെങ്കിൽ ഒരു എന്താണ് പറയുന്നത്, ഡ്രസ്സസും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ പെൻഡ്രൈവ്, ഇയർഫോൺസ്, അങ്ങനെ ഒരുപാട് ചീപ്പായിട്ടുള്ള ഐറ്റങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ മീഷോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിതിനെ കുറച്ച് കാണണ്ട. ഞാനും ആദ്യം ഈ ഒരു റീസെല്ലിംഗ് ആപ്പിനെ വളരെ ചെറുതായിട്ടാണ് കണ്ടത്. ഞാൻ ഓർത്ത് എങ്ങനെയാണ് ഇതിനകത്ത് മാർജിൻ, ആര് മേടിക്കാനാണ് നമ്മളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ്. പക്ഷെ അങ്ങനെയല്ല. ഒരുപാട് ആളുകൾ നമ്മളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ്, നമ്മൾ വെറൈറ്റി പ്രോഡക്റ്റ് കണ്ടെത്തുക, അതിനുശേഷം ആ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുക. നിങ്ങളൊരു ബ്രാൻഡായിട്ടാണ് നോക്കുന്നതെങ്കിൽ ക്ലോത്തിങ് ബ്രാൻഡായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ സെറ്റപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു മീഷോ ട്രൈ ചെയ്ത് നോക്കുക. അതിനകത്തിൽ ഇനി എങ്ങനെയാണ് ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നതും പിന്നെ വേറെ ഏതൊക്കെ റീസെല്ലിംഗ് ആപ്ലിക്കേഷനുകളാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതെന്നും ഒക്കെയുള്ള ഒരു വീഡിയോസ് ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് ഓരോരോ കാര്യങ്ങൾ ഡൗട്ടുള്ളവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.